നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 26-ാം തീയതി 1200-ാം ആണ്ട് ഇടവ മാസം 12-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉദയ നക്ഷത്രം വരുന്നത് ഭരണിയാണ്. രാവിലെ 8-8:30 മണിയോടുകൂടി ഭരണി നക്ഷത്രം തീരും. അത് കഴിഞ്ഞ് കാർത്തിക നക്ഷത്രമാണ് വരുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രമായാലും ഭരണി നക്ഷത്രമായാലും ശുഭനക്ഷത്രമല്ല. ഭരണിയും കാർത്തികയും ശുഭനക്ഷത്രം അല്ല. പൊതുവെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് ശുഭ ദിനമല്ല. ഓരോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. പാപഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ശുഭപ്രദമായി കലാശിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നത്, നാളെ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി അത്ര സ്മൂത്തല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. 2 വട്ടം ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഓരോ ഡോക്യുമെൻ്റ് ആയാലും ശരി, ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്ന കാര്യത്തിലായാലും ശരി, നമ്മൾ മേലുദ്യോഗസ്ഥർ സംസാരിക്കുന്ന കാര്യത്തിലായാലും ശരി, നമുക്ക് സമയം കുറച്ച് മോശമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം മനസ്സിലാക്കി പോകണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷം വരും. അതിന് വേണ്ടിയിട്ടാണ് നല്ല സമയവും ചീത്ത സമയവും നമുക്ക് മുന്നറിയിപ്പായിട്ട് തരുന്നത്. അതുപോലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ, ഇടവ മാസത്തിലെ കാർത്തിക നക്ഷത്രമാണ് ബർത്ത്ഡേ ആയിട്ട്. കാരണം 6:30 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ദിവസം നമുക്ക് എടുക്കാവൂ. 6:30 നാഴിക വരുന്നില്ല. അപ്പോൾ കാർത്തിക നക്ഷത്രമാണ് ബർത്ത്ഡേ ആയിട്ട് എടുക്കേണ്ടത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. വീട് വയ്ക്കാനോ ശ്രമിക്കുന്നവർക്ക്, വീട് വയ്ക്കാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ വാഹനം വാങ്ങാനായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല വാഹനം വാങ്ങാൻ സാധിക്കും. വീട് വിൽക്കാനായിട്ട് പറ്റാതെ ഇരിക്കുന്നവർ, നിങ്ങൾക്ക് വീട് വിൽക്കാൻ പറ്റും. അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, വിദേശയാത്ര എന്ന് പറയുമ്പോൾ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോകാനാവട്ടെ, ഗൾഫിൽ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാനാവട്ടെ, ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് എന്നറിയുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല പോലെ പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് പൂർണ്ണമായി ലഭിക്കും. റിസൾട്ട് സുനിശ്ചിതമാണ്. അതുകൊണ്ട് അതിനു വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും അതുകൊണ്ട് രാവുകാല സമയമൊക്കെ വളരെ നോക്കി വേണം ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. രാവുകാല സമയം വരുന്നത് 7:30 തൊട്ട് 9 വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:40 തൊട്ട് 9:12 വരെ രാവുകാല സമയമുണ്ട്. ആ രാവുകാല സമയം ശുഭയാത്രയ്ക്ക് ഇറങ്ങാതിരിക്കുക. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും എല്ലാ കാര്യങ്ങൾക്കും സൂക്ഷിക്കണം. ജാതകപ്രകാരം 12:56 തൊട്ട് ശരിക്ക് 1:56 തൊട്ട് 3:29 വരെ ഗുളികകാല സമയവും 10:48 തൊട്ട് 12:22 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും വരുന്നത് ശരിക്ക് 11:58 തൊട്ട് 12:46 വരെ അഭിജിത്ത് മുഹൂർത്തം. ഇന്നത്തെ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴേ സമയം അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും കുറേ ദോഷങ്ങളെ കുറയ്ക്കാൻ വേണ്ടി വസ്ത്രധാരണത്തിന് ശക്തിയുണ്ട്. കാരണം പോസിറ്റീവ് എനർജി ലഭിക്കും. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ വളരെ സൂക്ഷിക്കണം. ശരിക്ക് പേളിൻ്റെ കളറിലുള്ളതോ അല്ലെങ്കിൽ വൈറ്റ് കളറിലോ ഉള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി കയ്യിൽ കരുതുക. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. എല്ലാവർക്കും ഒരു ദോഷവും വരാതെ പ്രപഞ്ച മാതാവ് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.